അപ്പം ഞങ്ങൾ ഇറങ്ങുക, തമിഴ്നാട്ടിലോട്ട് പോവാം കേട്ടോ. നീയോ ബായ് പറ. ഹലോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഇറങ്ങി കേട്ടോ. അപ്പോൾ പോകുന്ന റൂട്ടാണിത്. മുകളിൽ പാലമൊക്കെയാണ്. ആദ്യമായിട്ട് ഇവിടെ പണിത പാലം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് ബ്രിട്ടീഷുകാർ വന്ന സമയത്ത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇറങ്ങി. അവിടുത്തെ ഒരു വ്യൂ പോയിൻ്റാണ് കേട്ടോ അത്. നല്ല രസമാണ്. അപ്പുറത്തൊരു ഫുഡ് കഴിക്കുന്ന ഒരു ചെറിയ കടയൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളുടെ നല്ല മൊമെൻറ്റ്സൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, രാവിലെ നേരത്തെ ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞ് അതിനുവേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വഴിയോരത്ത് കാണുന്ന കാഴ്ചകളാണ് കേട്ടത്. അവിടെയും വയലുകളാണ്, ഇഷ്ടംപോലെ വയലുകളുണ്ട്. അതുപോലെ തെങ്ങുകൾ, വയലിൻ്റെ സൈഡിൽ തന്നെ തെങ്ങുകൾ. ഈ ഹോട്ടലിലാണ് കേട്ടോ ഞങ്ങൾ കയറിയത്. അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറി. ആദ്യം ഒരു ചായ കുടിച്ചു കേട്ടോ. എനിക്ക് ഉറക്കം അത്ര ശരിയായിട്ടില്ലായിരുന്നു 2 ദിവസം. അപ്പോൾ അതുകൊണ്ട് ചായ കുടിച്ച് പിന്നെ ഫുഡ് കൊണ്ടുവന്നപ്പോൾ ഒരു കാപ്പിയും കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതും കുടിച്ചു, കാരണം എനിക്ക് ഉറക്കം അത്ര സെറ്റായിട്ടില്ലായിരുന്നു. അപ്പോൾ എന്നെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ അങ്ങനെ പ്ലെയിൻ റോസ്റ്റ് ഞങ്ങൾ മേടിച്ചത്. പ്ലെയിൻ റോസ്റ്റും ചട്നി, ചമ്മന്തി, സാമ്പാറെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ മോനും കൊടുത്ത് ഞങ്ങളും കഴിച്ചു കേട്ടോ. പിന്നെ അവനൊരു മിഠായിയൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അതും വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഇതാണ് കേട്ടോ വയൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയൽ കാണാനല്ല, മറ്റൊരു കാര്യം കാണാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. വേറെ ഒന്നുമല്ല, ഒരു ഡാം കാണാൻ വേണ്ടി വന്നതാണ് ഇങ്ങോട്ട്. പക്ഷേ ഞങ്ങൾക്ക് അതിനേക്കാളും ഉപരി, അതിനേക്കാളും അപ്പുറം ഞങ്ങൾക്ക് ഇതാണ് ആസ്വദിക്കാനായിട്ട് പറ്റിയത്. നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. ഫാമിലി ആയിട്ട് വരുന്നവർക്കും അല്ലാതെ സിംഗിളായിട്ടോ എങ്ങനെ വേണമെങ്കിലും വരാം. നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട് ഇവിടെ. അപ്പോൾ വരാൻ ഇഷ്ടമുള്ളവരൊക്കെ വരിക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നല്ല സ്ഥലമാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള സ്ഥലം, ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. സത്യം പറയാൻ എനിക്ക് എൻ്റെ പാലക്കാട് മിസ് ചെയ്തു. ആ ഒരു അറ്റ്മോസ്ഫിയർ, അത് വയലും കാര്യങ്ങളും. ഞങ്ങളുടെ വീട്ടിൽ തൊട്ട് പുറകിൽ ഇതേപോലെ വയലാണ്. പക്ഷെ ഇത്ര വലിയ സ്പേസ് ഒന്നും ഇല്ല അവിടെ. ചെറിയ വയലുകൾ, കുഞ്ഞു കുഞ്ഞു വീടുകൾ, അതേ ഒരു ഫീലാണ് ഇവിടെ. വലിയ വയല്. ശരിക്കും എൻ്റെ പാലക്കാട് മിസ് ചെയ്യുന്ന ഒരു ഫീലാണ് എനിക്കിവിടെ കിട്ടിയത്. നല്ല മലനിരകളും, നല്ലൊരു അറ്റ്മോസ്ഫിയർ.